രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉത്തർപ്രദേശിലാണ്. മുൻകാലങ്ങളിൽ ഒരു ചൊല്ലു പറയുമായിരുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ആർക്കാണോ മേൽക്കൈ ലഭിക്കുന്നത് അവരായിരിക്കും ഇന്ത്യ ഭരിക്കുന്നത് എന്ന്. ഉത്തർപ്രദേശ് പിടിക്കുന്നവൻ ഇന്ത്യ ഭരിക്കും എന്ന ആ ഒരു ചൊല്ലിന് ഇപ്പോഴും മാറ്റമൊന്നുമില്ല. ഇത്തവണ ഇന്ത്യ മുന്നണി ഉത്തർപ്രദേശിൽ മേൽക്കൈ നേടിയെങ്കിലും ഭരിക്കുന്നത് NDA ആണ്. പക്ഷേ ഉത്തർപ്രദേശിലെ ഈ സീറ്റ് വേട്ട ഇന്ത്യ മുന്നണിയുടെ വലിയൊരു തിരിച്ചുവരവിനാണ് കളമൊരുക്കിയത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ ഭരണം നേടുന്നതിനോളം തുല്യതയുള്ള അവസ്ഥ തന്നെയാണ് ഇന്ത്യ മുന്നണിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ BJPയുടെ ആ പിന്നോട്ട് പോക്ക് അവരെ കുറച്ചൊന്നുമല്ല പ്രകോപിതരാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രകോപനം മാത്രമല്ല, നന്നായി ഭയക്കുന്നുമുണ്ട്. ഉത്തർപ്രദേശിൽ നടക്കാൻ പോകുന്ന 10 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഏതു വിധേനയും ജയിക്കുക എന്നുള്ളത് മാത്രമാണ് BJP ലക്ഷ്യം വയ്ക്കുന്നത്. അതിനായി എന്തും പയറ്റാൻ തയ്യാറായാണ് അവർ നിൽക്കുന്നത്. ഉത്തർപ്രദേശിലെ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തവണത്തെ കൻവാർ തീർത്ഥയാത്ര പോലും പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉത്തരേന്ത്യക്കാരുടെ വിശുദ്ധ മാസമായ സാവൻ ജൂലൈ 22 മുതലാണ് ആരംഭിക്കുന്നത്. സാവൻ ആദ്യ ദിവസം മുതൽ തന്നെ കവന്ത് തീർത്ഥാടകർ ഹരിദ്വാറിലേക്ക് പുറപ്പെടുന്ന കൻവാർ യാത്ര ആരംഭിക്കും. എന്നാൽ ഈ യാത്രയ്ക്ക് മുൻപ് UP പോലീസിൻ്റെ ഒരു വിവാദ ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കൻവാർ യാത്ര സഞ്ചരിക്കുന്ന റൂട്ടിലെ കടയുടമകളോടാണ് യോഗി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കൻവാർ തീർത്ഥാടകർക്ക് ഏത് കടയിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങുന്നതെന്ന് അറിയാൻ എല്ലാ കടകളിലും വണ്ടികളിലും പേരെഴുതണമെന്നാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് കട നടത്തുന്നവരുടെ ഐഡൻറ്റിറ്റി തീർത്ഥാടകർക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ് എന്നർത്ഥം. ഇത് പച്ചയ്ക്ക് പറയേണ്ടി വരികയാണ് ഇവിടെ. അതല്ലെങ്കിൽ ഇത്ര ഗൗരവപ്പെട്ട് ഈ ഉത്തരവ് യോഗി സർക്കാർ പുറപ്പെടുവിക്കേണ്ടതുണ്ടോ എന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. ഉത്തർപ്രദേശ് പോലീസിൻ്റെ വിവാദ നിർദ്ദേശങ്ങൾക്ക് പിന്നാലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഉത്തർപ്രദേശിലെ കൻവാർ റൂട്ടുകളിലുടനീളമുള്ള ഭക്ഷണശാലകളിൽ നെയിം പ്ലേറ്റുകൾ സ്ഥാപിക്കേണ്ടി വരുമെന്നും കടകളിൽ ഉടമകളുടെയും നടത്തിപ്പുകാരൻ്റെയും പേരും ഐഡൻറ്റിറ്റിയും രേഖപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു കഴിഞ്ഞു. കൻവാർ തീർത്ഥാടകരുടെ വിശ്വാസ സംശുദ്ധി നിലനിർത്തുന്നതിനാണ് ഈ തീരുമാനമെന്നും ഹലാൽ സർട്ടിഫിക്കേഷൻ ഉള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുകയാണ്. ഈ തീരുമാനത്തെ ന്യായീകരിച്ച് UP സർക്കാരിലെ മന്ത്രി കപിൽ ദേവ് അഗർവാളും രംഗത്തെത്തി. രാജ്യത്തുടനീളമുള്ള കൻവാരികൾ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നത് മുസഫർ നഗറിലൂടെയാണ്. ഈ വഴിയിൽ ധാരാളം കടകളും ധാബകളും റെസ്റ്റോറൻറ്റുകളുമുണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട പേരുകളാണുള്ളത്. എന്നാൽ ഇത്തരത്തിലുള്ള പല സ്ഥാപനങ്ങളുടെയും ഉടമസ്ഥർ മുസ്ലിം ആളുകളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവർ മുസ്ലിം പേരിടുന്നതിനോട് ഞങ്ങൾക്ക് എതിർപ്പില്ല. എന്നാൽ അത്തരക്കാരുടെ കടകളിൽ നോൺ-വെജ് വിൽക്കുമ്പോഴാണ് ഇവിടെ പ്രശ്നം വരുന്നത്. ഹിന്ദുമത പേരുകളായ വൈഷ്ണോ ദാബ ഭണ്ഡാരം, ശകുംഭരി ദേവി ഭോജനാലയ, ശുദ്ധ് ഭോജനാലയ എന്നിങ്ങനെ ബോർഡുകൾ സ്ഥാപിച്ചാണ് അവർ നോൺ-വെജ് വിൽക്കുന്നത്. ഇക്കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. ഇത്തരം ധാബകളിൽ അത്തരം ആളുകളുടെ പേരുകൾ പരാമർശിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ആവശ്യം. ഇതിൽ എന്താണ് എതിർപ്പ്? ആളുകൾ റൊട്ടിയിൽ തുപ്പുന്നതും റെസ്റ്റോറൻറ്റുകളിൽ തുപ്പുന്നതുമായ നിരവധി വീഡിയോകൾ വൈറലായിട്ടുമുണ്ട്. ഈ പറഞ്ഞത് ഒരു മന്ത്രിയാണ്. പച്ചയായി മന്ത്രി വർഗീയത പറയുകയാണെന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ എതിർക്കാൻ വേണ്ടി കുറച്ചു പേർ വരും. അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, അതുകൊണ്ടാണ് മന്ത്രി അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് നിരവധി പേർ എത്തിയേക്കും. എന്നാൽ അങ്ങനെയാണോ മന്ത്രി പറഞ്ഞത്? ഒരിക്കലുമല്ല. ഒരു കടയുടെ ഉടമ മുസ്ലിമാണോ ഹിന്ദുവാണോ മറ്റേതെങ്കിലും മതക്കാരനാണോ എന്ന് അറിയാൻ അയാളുടെ ഐഡൻറ്റിറ്റി വ്യക്തമാക്കി ബോർഡുകൾ തൂക്കണമെന്നാണ് മന്ത്രി ആവശ്യപ്പെട്ടത്. മന്ത്രിയല്ല, മുഖ്യമന്ത്രിയാണ് ആവശ്യപ്പെട്ടത്. മന്ത്രി അത് വിശദീകരിച്ച് ഉറപ്പിച്ചു പറയുകയായിരുന്നു. ഇത് സംബന്ധിച്ച് പോലീസ് നേരത്തെ ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. വിശുദ്ധമായ ശ്രാവണ മാസത്തിൽ പലരും, പ്രത്യേകിച്ച് കൻവാരിയർ, ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നു. ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന ചില കടയുടമകൾ കൻവാരിയർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്ന തരത്തിൽ കടകൾക്ക് പേരിടുന്ന ഇത്തരം സംഭവങ്ങൾ മുൻപും പുറത്തു വന്നിട്ടുണ്ട്. ഇത് തടയാൻ ഭക്തരുടെ വിശ്വാസം കണക്കിലെടുത്ത് കൻവാർ മാർഗിൽ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന ഹോട്ടലുകളും ധാബകളും കടയുടമകളുടെയും ജീവനക്കാരുടെയും പേര് വിവരങ്ങൾ സ്വമേധയാ പ്രദർശിപ്പിക്കണമെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. ഭക്തർക്ക് സൗകര്യമൊരുക്കാനും ക്രമസമാധാന പാലനവുമാണ് ഇവരുടെ ഉത്തരവിൻ്റെ ലക്ഷ്യമെന്നാണ് പോലീസ് വാദം. UP പോലീസിൻ്റെ ഈ ഉത്തരവിനെ തുടർന്ന് മുസഫർ നഗറിലെ കടകളിലും ഹോട്ടലുകളിലും വണ്ടികളിലും ആളുകൾ അവരുടെ പേരുകൾ അടയാളപ്പെടുത്തി കഴിഞ്ഞു. കൻവാടികളുടെ മതവികാരം വ്രണപ്പെടാതിരിക്കാനാണ് ഈ ഉത്തരവെന്നാണ് ഭരണകൂടത്തിൻ്റെ വാദം. ലോക്സഭാ MP അസദുദ്ദീൻ ഒവൈസി ഈ ഉത്തരവ് വിവേചനപരം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തി കഴിഞ്ഞു. ഉത്തർപ്രദേശിലെയും രാജ്യത്തെ മുഴുവൻ മുസ്ലിങ്ങളെയും സർക്കാർ സെക്കൻഡ് ക്ലാസ്സായി കണക്കാക്കുന്നു എന്നാണ് ഒവൈസി ആരോപിച്ചത്. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഉത്തരവിനെ സാമൂഹിക കുറ്റകൃത്യമെന്നാണ് വിശേഷിപ്പിച്ചത്.
ഇതിനെതിരെ കേസ് സ്വമേധയാ ഏറ്റെടുക്കാൻ കോടതികളോട് അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തു. ചില കടയുടമകൾ പേരുമാറ്റിയും ഐഡന്റിറ്റി മറച്ചുമാണ് കടകൾ നടത്തുന്നതെന്ന ഹിന്ദു സംഘടനകളുടെ ആരോപണത്തെ പിന്തുണച്ച് വിശ്വഹിന്ദു പരിഷത്ത് രംഗത്തെത്തി. ഇത് കൻവാരിയാർ തീർത്ഥാടകരുടെ മതവികാരം വ്രണപ്പെടുത്തുന്നതാണ്. ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി വരികയും അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. ഈ അന്വേഷണത്തിനൊടുവിലാണ് ഉത്തരവ്. കൻവാർ യാത്രാ റൂട്ട് സ്ഥിതി ചെയ്യുന്ന ഭക്ഷണശാലകളിൽ ഉടമസ്ഥരുടെ പേരുകൾ പ്രദർശിപ്പിക്കാനുള്ള ഉത്തർപ്രദേശ് പോലീസിന്റെ ഉത്തരവിനെ വിശ്വഹിന്ദു പരിഷത്ത് അംഗീകരിക്കുകയും ഹിന്ദുക്കളുടെ വിശ്വാസം സംരക്ഷിക്കേണ്ടത് ആവശ്യമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഹരിയാന, ഡൽഹി, രാജസ്ഥാൻ, UP എന്നിവിടങ്ങളിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 4 കോടി കൻവാരിയർ ഓരോ വർഷവും ഹരിദ്വാറിലേക്ക് കൻവാരി തീർത്ഥാടനം നടത്തുന്നു എന്നാണ് കണക്ക്. ഇതിൽ 2.5 കോടിയിലധികം കൻവാരിയർ മുസഫർ നഗറിലൂടെയാണ് കടന്നുപോകുന്നത്. യാത്രയുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ച സമയത്താണ് മുഖ്യമന്ത്രിയുടെ അറിവോടെ UP പോലീസ് ഉത്തരവുമായി രംഗത്തെത്തിയത്. ഏതു രീതിയിലും BJPക്ക് ഉത്തർപ്രദേശിൽ വിജയിച്ചേ കഴിയൂ. മതം പറഞ്ഞ് വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യവും എന്ന് തെളിയിക്കുകയാണ് ഈ നടപടി. മാത്രമല്ല, ഉത്തർപ്രദേശിൽ BJPയുടെ അഭിമാന സീറ്റായിരുന്ന അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് ലോക്സഭാ മണ്ഡലം BJPയുടെ കയ്യിൽ നിന്നും പോവുകയും ചെയ്തിരുന്നു. അതിനൊരു പ്രതികാരമെന്ന നിലയിൽ കൂടി ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ഈ നടപടി വാർത്തകളിൽ നിറയുകയാണ്.